അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വയറുവേദനയായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഡെയിലി വ്ളോഗ് ഇടാണ്ടിരുന്നത്. പിന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ ഇന്നലെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ റാഗീൻ്റെ ദോശയായിട്ട് ഉണ്ടാക്കിയത്. റാഗീൻ്റെ ദോശ എന്ന് വെച്ചാൽ റാഗിയും പിന്നെ ഗോതമ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാക്കിയിട്ട് അതാണ് ഞങ്ങൾ രാവിലെ ഞാനും മുന്നമോളും ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് കേട്ടോ. റാഗിയും ഗോതമ്പ് ആകുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ മുന്നമോൾക്കും ഇഷ്ടമായി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അതാ കഴിച്ചത് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ റാഗി ഇട്ടതുകൊണ്ടേ ശരിക്കും പരക്കൂല എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതാണ് ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. പിന്നെ ഇന്നലെ പിന്നെ ഞാൻ വിചാരിച്ചൊരു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം കുറേ നാളായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വേഗം ഒരു ബിരിയാണി ഉണ്ടാക്കി. മുഖത്ത് കാണുന്നത് ലിപ്സ്റ്റിക്കാണ്. അതായത് ഞാൻ അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് മുഖത്ത് എടുത്ത് ലിപ്സ്റ്റിക്ക് തേച്ചതാണ് ഈ കാണുന്നത്. ലിപ്സ്റ്റിക്ക് കബോർഡിലാണ് ഞാൻ വെച്ചേക്കണത്. നമുക്ക് കയ്യെത്താത്ത സ്ഥലത്താണ് വെച്ചേക്കണം. പക്ഷേ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ കസേര കൊണ്ടുവരിക, കസേര കയറി നിൽക്കുക, ലിപ്സ്റ്റിക്ക് എടുക്കുക അല്ലേ? ഓക്കെ. അപ്പോൾ അതേ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. നല്ല പെർഫെക്റ്റായിട്ട് ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കിയത്. നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് വേഗം ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. പാടിക്കേ, വാപ്പീനെ നോക്കി പാട്. ഇത് ഞങ്ങളൊരു റീൽ ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ ഞാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കാരണം എന്താ വെച്ചാൽ തിങ്കളാഴ്ച ആണല്ലോ, നമ്മൾ പുറത്തൊന്നും പോകാത്ത ദിവസമാണ്. അപ്പോൾ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാനുണ്ടായില്ല. മുന്നമോൾ ദേ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾ പാലൊന്നും കുടിക്കാതെയാണ് ഉറങ്ങിയത്. അപ്പോൾ എനിക്കാണെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും നാൾ 2.5 വർഷം പാൽ കുടിച്ചിട്ട് അവൾ പിന്നെ ഇങ്ങനെയൊക്കെ ഉറങ്ങും. ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ചെയ്തല്ലേ പറ്റൂ നമ്മൾ. അപ്പോൾ ഓക്കെ, നാളെ അടുത്ത വീഡിയോ ഇട്ട് കാണാം. ടാറ്റ ബൈ.